ഹായ് എവറി വൺ. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് അവിഹിതവും കുത്തിത്തിരിപ്പുമാണ്. ഇതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നല്ല കേട്ടോ. അവിഹിതം തന്നെയാണ് സബ്ജക്റ്റ്. ഷഹൈല എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ബേസ് ചെയ്തിട്ട് നടക്കുന്ന കുറേയധികം വീഡിയോസ് ഇപ്പം ഞാനൊരു യൂട്യൂബർ ഒരു വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ എനിക്കും തോന്നി ഐ നീഡ് ടു സേ സംതിങ്. ഇപ്പോൾ പ്രവാസികളുടെ ഭാര്യമാരെ ഒക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പല വർത്തമാനങ്ങൾ വരുന്നു. ഐ മീൻ കഴപ്പ്, കുത്തിക്കഴപ്പ്, അങ്ങനെ ഇറങ്ങിപ്പോയി ഇങ്ങനെ ഇറങ്ങിപ്പോയി എന്നൊക്കെ പറയുന്ന കുറേ സാധനം കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഈ സഹിച്ചു നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാസികളുടെ ഭാര്യമാർക്ക് കൊടുക്കുന്ന ഒരു ടാഗ് ലൈൻ ഉണ്ടല്ലോ, അതിനെതിരെ ഒരു വാക്ക് പറയണമെന്ന് തോന്നി. ഇത് ഇഷ്ടപ്പെടണമെന്നില്ല, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല, പ്രത്യേകിച്ച് പ്രവാസികൾക്ക് എന്നോട് കലിപ്പ് വരാം. പക്ഷേ സ്വാഭാവികമായും നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുള്ളത് കൊണ്ട് മാത്രമാണ് ഈ സബ്ജക്റ്റ് ഞാൻ എടുക്കുന്നത്. കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇരിക്കാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തു പോകാം. ബൈ ദ വേ, ഇറങ്ങിപ്പോകുന്നവർക്ക് ഇറങ്ങിപ്പോകാം, ഒരു പ്രോബ്ലവും ഇല്ല. ഇരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടിരുന്നാൽ സന്തോഷം, ഇല്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഒരാളിട്ട വീഡിയോ നമുക്കതൊന്ന് കേൾക്കാം. അല്ലെങ്കിൽ അവളെ അവിടെ എവിടെയെങ്കിലും പോയി ഇവളെ ഒളിച്ചോടി പോയതാണോ, അല്ല അവൾ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ, അല്ലെങ്കിൽ അവളെ അവിടെ എവിടെയെങ്കിലും പോയി നിന്നതാണോ, അല്ലെങ്കിൽ ഈ ഭർത്താവിന്റെ പീഡനങ്ങൾ സഹിക്കാൻ പറ്റാതെ പോയതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അലമൊളി വിളിക്കുന്ന ഒരുപാട് ഓൺലൈൻ ആങ്ങളമാരുണ്ടായിരുന്നു. അവർ ചോദിച്ചത് കാരണം പോലീസ് നീയാണോ ജഡ്ജി, നീയാണോ തീരുമാനിക്കുന്നത്, അവൾ ഒളിച്ചോടി പോയതല്ല, അവൾ ഇങ്ങനെ പോയതാണ് അങ്ങനെ പോയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗ് അടിച്ചിട്ട് വന്ന ഒരുപാട് അവന്മാർക്കുള്ള മറുപടിയാണ് ഈ CC ക്യാമറ ദൃശ്യങ്ങൾ. ഈ CC ക്യാമറയില് ഈ വ്യക്തിയോടൊപ്പം ഈ സ്ത്രീ ഒരു ബേക്കറി സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നതും കുട്ടിക്ക് ഐസ്ക്രീം അടക്കം വാങ്ങിച്ചു കൊടുക്കുന്നതുമായിട്ടുള്ള വീഡിയോസ് ആണ് ഇപ്പൊ ഈ കാണുന്നത്. അപ്പം ഈ കാണുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടല്ലോ, ഇപ്പൊ ഇതാണ് ഇതിന്റെ തെളിവ്. ഇവള് ഒളിച്ചോടി പോയതാണ് എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഞാനൊരു വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അതിന്റെ വ്യക്തമായ തെളിവുകളും അതിന്റെ ആളുകളിൽ നിന്നുള്ള ഇൻഫർമേഷനും കാര്യങ്ങളും പ്രകാരമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ വെറുതെ വന്നിട്ട് നിങ്ങളോട് ഇങ്ങനെ ഡയലോഗ് അടിച്ചിട്ട് പോകുന്നതൊന്നുമല്ല. അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. കാരണം ഇവര് ഒളിച്ചോടി പോകുന്ന സമയത്ത് സൂപ്പർ മാർക്കറ്റിൽ കയറിയതും അവിടുന്ന് ഭക്ഷണം, ഫുഡ് ഐറ്റംസുകളും ചോക്ലേറ്റുകളും കുട്ടിക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കുന്നതും കാര്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്ന വീഡിയോ. ഇനി നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? അപ്പം ഇത് കുറെ ആൾ ചോദിക്കുന്നുണ്ട്, നീ ജഡ്ജാണോ, നീ വക്കീലാണോ, നീ പിന്നെ പോലീസാണോ എന്നുള്ളത്. പോലീസുകാർക്ക് പോലും ഇവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സമയം എടുത്തിട്ടുണ്ട്. കാരണം ഒരുപാട് എന്തായി എന്നുള്ളത് പോലും അറിയാതെ അവർ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അതിനെ റിപ്പോർട്ട് ചെയ്യും. ഇത് വ്യാപകമായി പ്രചരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇതിനകത്ത് അവർ തമ്മിലുള്ള ബന്ധത്തിനെ മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള ഒരു ഇൻഫർമേഷനാണ് വന്നിട്ടുള്ളത്. എവിഡൻസ് ആണ് വെക്കുന്നത്. നല്ലൊരു എവിഡൻസ് തന്നെയാണ്, തർക്കമൊന്നുമില്ല. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് അയാളുമായിട്ടുള്ള ബന്ധം കൃത്യമായി നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തിരിഞ്ഞു നിൽക്കുന്ന ആൾ ആ വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് 3 കുട്ടികളുണ്ട്. അതിൽ ഇളയ കുഞ്ഞിന് 6 മാസം പ്രായമേ ആയിട്ടുള്ളൂ. 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ടാകണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1 ഇയർ ബിഫോറൊക്കെ അവർ നല്ല ഇൻറ്റിമേറ്റ് ആയിട്ടിരുന്നതിൻ്റെ ഒരു പരിണിത ഫലമാണല്ലോ അങ്ങനെ ഒരു വാവ വരുന്നതും അതിനോടനുബന്ധിച്ചിട്ടുള്ളതും. അല്ലെങ്കിൽ എന്താ സംഭവിച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ആണുങ്ങൾക്ക് തോന്നുന്ന ചെറിയ ഒരു കുത്തിക്കഴപ്പിൻ്റെ ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു പ്രോബ്ലമാണ് ഇത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, എനിവേ ഞാൻ ഈ ഒരു വിഷയം പറയാൻ ആഗ്രഹിക്കുന്നത് പ്രവാസികളോടാണ്. നമ്മൾ ഈ പ്രവാസികൾ മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം, നമ്മൾ ഞാനും പ്രവാസിയായിരുന്നതുകൊണ്ട് എനിക്കറിയാം. നമുക്ക് രാവിലെ ഡ്യൂട്ടിക്ക് പോകും, വൈകിട്ട് വരും. ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച വരുന്നത് ടപ്പേന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ഡേറ്റുകൾ ഇങ്ങനെ ഓടിപ്പോകും. നമുക്കറിയാനേ പറ്റത്തില്ല, ഡേറ്റുകൾ ഇങ്ങനെ ഓടിപ്പോകും. നമുക്ക് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ഡേറ്റുകൾ ഓടിപ്പോകും. ഞാൻ ഫേസ് ചെയ്ത ഒരു പ്രോബ്ലമാണ് ഭയങ്കര ടൈം കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ അത് വിദേശത്ത് ഭയങ്കര സൂപ്പറായിട്ട് പെട്ടെന്ന് അങ്ങ് കഴിയും. ഒരു വെള്ളിയാഴ്ച ഒന്നും അടുത്ത വെള്ളിയാഴ്ച വരുന്നത് പെട്ടെന്ന് വന്നെന്നും നമുക്ക് അങ്ങനെ തോന്നാറുണ്ട്. എൻ്റെ ഒരു അനുഭവമാണ്. നമുക്ക് ഭയങ്കര തിരക്കുകളായിരിക്കും. ജോബെന്ന് പറഞ്ഞാൽ അവിടെ തരുന്ന ജോലി എന്ന് പറഞ്ഞാൽ അവരത്രയും സീരിയസ് ആയിട്ട് അത്രയും പേയ്മെൻ്റൊക്കെ തരുന്നത് കൊണ്ട് തന്നെ അവർ വർക്ക് ഹോളിക്കായിട്ടുള്ള പേഴ്സൺസിനെ അവർ കൂടുതൽ എൻകറേജ് ചെയ്യുക, ബൂസ്റ്റപ്പ് ചെയ്യുക. അവർ ചുമ്മാ കുത്തിയിരിക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും, പ്രവാസികൾ. അങ്ങനെയുള്ളവർക്ക് നാട്ടിലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളെ പറ്റി യാതൊരു ഓർമ്മയും ഉണ്ടാകത്തില്ല. അപ്പോൾ അവർ ഒരു എന്താ പറയുക, ചടങ്ങ് തീർക്കുന്ന കണക്കൊരു കോള് വിളിക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കും അവർ. അതേസമയം ഇതേ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരായിരിക്കും നാട്ടിലുള്ള സ്ത്രീകൾ. അപ്പോൾ അവർക്ക് വേണ്ടത് കുറച്ചുകൂടെ കെയറാണ്. ആ കെയർ കൊടുക്കാൻ സാധിക്കാതെ വരുമ്പോഴത്തേക്കാണ് പ്രവാസികളുടെ ഭാര്യമാർക്ക് ഇങ്ങനത്തെ ഉള്ള തലത്തിരുവങ്ങൾ തോന്നുന്നത്. ശരിയാണോ എന്ന് ചോദിച്ചാൽ 100% തെറ്റാണ്. നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നാം, താല്പര്യം തോന്നാം, അതൊന്നും ഒരു ഭയങ്കര ക്രൈമായിട്ടൊന്നും ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല, തോന്നാം. പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിക്ക് ഭാര്യ ഉണ്ടാകരുത്, അവർക്ക് കുട്ടികളുണ്ടാകരുത്, അതിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ചെയ്ത 100% കറക്റ്റാണ്. എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യം തോന്നാം. അതിൻ്റെ കൂടെ നിങ്ങൾ ഒരാളടുത്ത് കമ്മിറ്റഡ് ആണെങ്കിൽ ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് മറ്റൊന്നിൽ പോകരുത്. അതൊരു ഭയങ്കര ചതിയാണ്.
ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത, ഒരിക്കലും അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വൻ ചതിയാണത്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ തുറന്നു പറച്ചിലുകൾ വളരെ നല്ലതാണ്. പറഞ്ഞ് സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. ഇതിപ്പം ചെയ്തത് അങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ ഏകദേശം സിമിലറാണ്. ഇയാൾ വരുന്ന ദിവസം അവൾക്ക് വയ്യ ഇനി അയാൾക്കൊപ്പം എന്നുള്ള ടൈമിൽ പുള്ളിക്കാരത്തി 13 പോയിന്റ് സ്വർണവും എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന കഥ. ഇതിനകത്ത് മറ്റൊരു ട്വിസ്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നീ മനസ്സിലായ കാര്യമോ പറയണേ. അങ്ങനെയാണെങ്കിൽ അവൾക്ക് ഈ ബന്ധത്തിൽ തീർത്തും താല്പര്യമില്ലെന്നല്ലേ അർത്ഥം. പിന്നെ ഈ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് അടുത്ത പുള്ളി പൊരുതുന്നത്. കുട്ടിയെ എന്തിനാണ് എടുക്കുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ, അവളെ ജയിക്കണം. പുള്ളിക്കാരന് അവളെ ജയിക്കണം. അങ്ങനെ നീ ഇപ്പം എൻ്റെ കുട്ടീനെ കൊണ്ടുപോയി സ്വസ്ഥമായിട്ട് ജീവിക്കേണ്ട എന്നുള്ളതാണ്. ഇതിനകത്ത് തന്നെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ വ്യക്തി 1% പോലും ആ സ്ത്രീക്ക് ഒരു കൺസേൺ കൊടുത്തിട്ടുണ്ട്. ഒരു വ്യക്തിയല്ല ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ പബ്ലിക്കിൽ വന്നു, അവരുടെ ഫോട്ടോ ഉൾപ്പെടെ അവർ പോയതിനെ ഉൾപ്പെടെ വൈറലാക്കി എല്ലാവർക്കും അറിയിച്ചു കൊടുത്ത് അത്രയും വൾഗാരിറ്റി അയാൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ അയാൾ ഹിംസെൽഫാണ് അയാളെ നശിപ്പിക്കുന്നത് എന്നുള്ള ബോധമില്ല അയാൾക്ക്. ആ കുഞ്ഞിൻ്റെ ഫോട്ടോ വരെ പബ്ലിഷ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ അതിൽ കൂടെ ആ കുട്ടിക്ക് കിട്ടുന്ന മാനനഷ്ടം ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. കുഞ്ഞ് നാളെ സ്കൂളിൽ പോയാലും അമ്മ ഒളിച്ചോട്ടക്കാരിയാണ് എന്നുള്ളത് വരിക തന്നെ ചെയ്യും. അയാൾ ഇനി മറ്റൊരു വിവാഹം കഴിച്ചാലും ആ കുഞ്ഞിൻ്റെ രണ്ടാനമ്മയായിരിക്കും അവിടെ വരികയുണ്ടാവുക. അപ്പോൾ അയാൾക്കൊപ്പം സേഫ് ആണെന്ന് ചോദിച്ചാൽ ഈ കുഞ്ഞിനെയും അവളെയും കൂടെ അംഗീകരിച്ചിട്ടായിരിക്കുമല്ലോ കൊണ്ടുപോയിട്ടുണ്ടാവുക. മാത്രമല്ല അയാളെ വിശ്വസിച്ച് പോയ അവളൊരു തിരുമണ്ടിയാണെന്ന് കാലം തെളിയിക്കും. 3 കുട്ടികൾ, അതും 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെയും വിട്ടിട്ട് ഈ പറയുന്നവൾക്കൊപ്പം ഇവളുടെ ലൈഫ് സെക്യൂർ ആക്കാൻ ഇറങ്ങി വന്നിട്ടുള്ളവൻ ആ 3 കുട്ടികൾക്ക് കൊടുക്കാത്ത കൺസേൺ ഇവൾക്ക് ആരിലോ ഉണ്ടായ കുട്ടിക്ക് കൊടുക്കുമെന്ന് ചിന്തിക്കുന്ന മന്ദബുദ്ധി അനുഭവിച്ച് പഠിക്കട്ടെ എന്ന് വയ്ക്കുന്നതല്ലേ നല്ലത്. അല്ലാതെ ഇങ്ങനൊരു ടൈമിന് അതിൻ്റെ തൊട്ട് പിറകെ ഓടിച്ചിട്ട് പിടിച്ച് ഒരിക്കലും അത് ശരിയായ നടപടിയല്ല. ഒരാൾ നമ്മളെ വിട്ടൊഴിഞ്ഞു പോയാൽ അവർ നമ്മളെ ഡിസേർവ് ചെയ്യുന്നില്ലെന്നാണ് അർത്ഥം. അല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെന്നല്ല. നമ്മളായവർ ഡിസേർവ് ചെയ്യുന്നില്ല. നമ്മളുടെ പ്രണയം, നമ്മളുടെ സ്നേഹം, നമ്മളുടെ കരുതൽ, നമ്മളുടെ സ്വത്ത്, ഇതൊന്നും അവർ ഡിസേർവ് ചെയ്യുന്നില്ല. കൂടെ കൊണ്ടുപോയത് മകനാണെന്ന് ഉറപ്പ് അയാൾക്കുണ്ട്. അപ്പം അവൾ മുൻപേ അങ്ങനെ ഒരു കുഴപ്പക്കാരിയല്ല. അങ്ങനെയാണെങ്കിൽ ആ കൊച്ചു അയാളുടെ അല്ലെന്ന് അയാൾ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയല്ലല്ലോ, ഇതെൻ്റെ കുഞ്ഞാണെന്ന് അയാൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ എവിടെയാണ് തകരാറ് വന്നത്? പകുതി 2 പേരുടെ ഭാഗത്തും തെറ്റുണ്ട്. അയാളുടെ ഭാഗത്തുമുണ്ട്, ആ പെണ്ണിൻ്റെ ഭാഗത്തുമുണ്ട്. പെണ്ണിൻ്റെ ഭാഗത്താണ് തെറ്റേറെ. അയാൾ ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ മറ്റൊരു പുരുഷനിക്ക് അധികം സ്പേസ് കൊടുക്കുന്നു. കെയറിങ്ങിൻ്റെ പേരിലായിരിക്കും ഇത് വന്നിട്ടുണ്ടാവുക. പൊട്ടത്തിയാണ്. ഒരു രീതിയിലുള്ള ഒരു ചിന്തയും ഇല്ലാത്ത ഒരു പെണ്ണിന് മാത്രമേ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ. അവൻ ഭാര്യയും മക്കളുമുള്ള ഒരുത്തൻ അവരെ നോക്കാതെ, അവരെ കെയർ ചെയ്യാതെ നിന്നെ കെയർ ചെയ്യണു എന്ന് പറയുന്നിടത്ത് തന്നെ തീർന്നുകൂടെ, മാർക്കറ്റ് തീർന്നു. ഫസ്റ്റ് തിങ്, ഈ 3 കുട്ടികൾ ഉണ്ടാക്കാൻ അവരൊറ്റയ്ക്കല്ലല്ലോ, കാറ്റടഞ്ഞൊന്നും കുഞ്ഞുണ്ടാവൂലല്ലോ. കുഞ്ഞുണ്ടായത് എങ്ങനെയാണ്? ഇയാളും കൂടെ എഫർട്ട് എടുത്തിട്ടല്ലേ. ഉത്തരവാദിത്വം അയാൾക്കും ഉണ്ടാവും. പിന്നെ ഈ ഒരു ഇസ്ലാം വിഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ കുറവായിരിക്കും, ചോദ്യം ചെയ്യലുകൾ കുറവായിരിക്കും. മഹല്ലുകളിൽ ഇതിന് തീരുമാനങ്ങൾ എടുക്കുക വളരെ കുറവായിരിക്കും. കേസിന് പോവുക, അതിനോടനുബന്ധിച്ചിട്ടുള്ള സ്ട്രഗിൾ, സ്ട്രെസ് ഒന്നും താല്പര്യപ്പെടാത്ത പെണ്ണുങ്ങൾ ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ള ടൈമിലായിരിക്കും. ആ ഒരു കാര്യത്തിൽ ഞാനും ഒരു പരാജയമാണ്. പോകത്തില്ല, അത് വെറുതെ നമ്മുടെ ടൈം വേസ്റ്റാണ്. ഒരാളുടെ കുഞ്ഞിനോട് എന്തെങ്കിലും കൊടുക്കണമെന്നോ ചെയ്യണമെന്നോ തോന്നി അയാൾ കൊടുക്കുമല്ലോ. അതിന് നമ്മൾ അയാളെ കോടതിയിൽ കൊണ്ടുവന്ന് നിർത്തി ചോദിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊരു ചിന്താധാര എനിക്കും ഉണ്ടായിരുന്നു. ചിലപ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് അപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റ് അതായിരിക്കാം. ഇപ്പോഴാണെങ്കിൽ ഞാൻ വിടത്തില്ല, അത് വേറെ കാര്യം. അപ്പോൾ മാത്രവുമല്ല, നമ്മളൊരു കോടതി ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ഓർത്തു നോക്കുക. ഇത് ആൺകുഞ്ഞാണ് കുട്ടി കൊണ്ടുപോയിരിക്കുന്നത്. നിയമപരമായി നോക്കുകയാണെങ്കിൽ ആ സ്ത്രീക്ക് തന്നെ കുട്ടീനെ കൊടുക്കാനുള്ള ഇത് കൊടുക്കും, ഇയാൾക്ക് കാണാനുള്ള അവകാശവും കൊടുക്കും. അതാണ് നടക്കുക. നിയമപരമായിട്ട് അങ്ങനെ തന്നെയായിരിക്കും നടക്കുക. പെൺകുഞ്ഞാണെങ്കിലും ഇയാൾക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്, ഒട്ടും കിട്ടത്തില്ല പെൺകുട്ടിയാണെങ്കിൽ. പിന്നെ അവരുടെ ദുർനടപ്പ് കാണിക്കാനോ അവരുടെ ദുർനടപ്പുകാരിയാണെന്ന് കാണിക്കാനോ ഒക്കെ സാധിച്ചാൽ ഒരു പരിധി വരെ കിട്ടും. പക്ഷെ ഓർത്തു നോക്കൂ, നമ്മൾ അച്ഛനും അമ്മയും ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ പരസ്പരം പല രീതിയിലുള്ള വൾഗാരിറ്റിയും പറയേണ്ടി വരും. കോടതി മുറികളിൽ ഈ കുഞ്ഞ് ഇതിനൊക്കെ സാക്ഷിയുമാകും. ആ കുട്ടിയുടെ ഫ്രീഡം, അതിൻ്റെ സ്വാതന്ത്ര്യത്തിനേക്കാൾ ഉപരി അതിൻ്റെ സ്വസ്ഥതയ്ക്ക് വാല്യൂ കൊടുക്കുന്ന പേരൻസ് ആണെങ്കിൽ അമിക്കബിളി ഈ പ്രോബ്ലം സോൾവ് ചെയ്യുകയാണ് വേണ്ടത്. പരസ്പരം ചേർന്ന് പോകില്ലെന്ന് 2 പേർക്ക് മനസ്സിലായിട്ടുണ്ട്. അവളെ ഇനി ഒരു കാരണവശാലും മാപ്പ് പറഞ്ഞ് അല്ലെങ്കിൽ മാപ്പ് കൊടുത്ത് തിരിച്ച് കയറ്റാൻ ഇയാളെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മീൻ ടൈം ഈ പറയുന്ന രീതിയിൽ അവൾക്കും തിരിച്ചു വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ 2 പേരും ഫെയില്യൂറാണ്.
ഒന്ന്, ഒരു ഭാര്യയെ കൺസേൺ ചെയ്ത് അവളുടെ ഒരു ചെറിയ ശ്വാസത്തിന്റെ വ്യതിയാനം പോലും മനസ്സിലാക്കാൻ ഭർത്താവിന് സാധിക്കണം. അത് വിദേശമായിരുന്നാലും കുഴപ്പമില്ല. പണ്ടൊക്കെയാണ് ഈ കത്തുകൾ കൂടാൻ മാത്രം ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. അതല്ല, നമുക്ക് വീഡിയോ കോൾ എടുക്കാൻ പറ്റും. നമുക്ക് എല്ലാം അപ് ടു സെക്കൻഡ് ടെക്നോളജി ഇവിടെ ഭയങ്കരമായിട്ട് ഇതായിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ആ ഒരു അകലം നമുക്ക് ഫീൽ പോലും ചെയ്യത്തില്ല. അപ്പോൾ എവിടെയോ പാളി, ആ പാളിയതിൽ മറ്റവൻ കയറി സ്കോർ ചെയ്തു. അവൻ സ്കോർ ചെയ്തത് അവന് സിമ്പിളായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ ഇവൻ്റെ ഭാര്യയെയും ഇതിനെയും ഒന്നിച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുമുണ്ടാകാം. അത് ചിലപ്പോൾ മൂത്തവൾ സമ്മതിക്കുകയും ആകാം. ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇത് ഒരുതരം അരാജകത്വമാണ്, വല്ലാത്തൊരു വൃത്തികെട്ട ഒരു ടൈമാണ്. അതിന് നമ്മളിവിടെ പലരും അറിഞ്ഞോ അറിയാതെയോ സമ്മതവും മൂളുന്നുണ്ട്. നമ്മളിതിനൊക്കെ അംഗീകരിക്കുന്നുണ്ട്. അവളെ കളഞ്ഞില്ലേ, ഇനിയിപ്പോൾ ഇവൻ്റെ കൂടെ. അങ്ങനെയല്ല ഇതെന്താ പറയുന്നത്? നമ്മൾ ഇപ്പോൾ സാംസ്കാരികമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പറയുന്നത് പഴയകാല വസന്തരുന്ന് സംസ്കാരം പറയണമെന്ന് പറയും. പക്ഷെ ഓർത്തു നോക്കൂ, അമ്മയും അച്ഛനും ഒന്നിച്ച് നിന്നുകൊണ്ട് വളർത്തുന്ന കുട്ടികൾക്കുണ്ടാകുന്ന ഒരു സ്വസ്ഥത, സമാധാനം, അവരുടെ ബാല്യകാലം അല്ലെങ്കിൽ അവരുടെ സ്വസ്ഥമായ ജീവിതമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. കുട്ടികൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് 10 വട്ടം ചിന്തിക്കുക. ഇനി ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ജീവിക്കണമെന്ന് ചോദിക്കുന്നതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: നിങ്ങളുടെ സുഖത്തിനാണ് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായത്. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ഒരു പരിധിവരെ നിങ്ങളുടെ ബാധ്യതയുമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി കൂടെ ജീവിക്കാൻ നിങ്ങൾ ഉത്തരവാദികളാണ്. അല്ലെങ്കിൽ ഇത് പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കി മറ്റുള്ളവരുടെ ഇടയിൽ നിങ്ങൾ പരസ്പരം എറിഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ ജയിക്കുകയല്ല ചെയ്യുന്നത്. 2 കൂട്ടരും ജയിക്കില്ല, 2 പേരും ഫെയിലിയറാണ്. അവളെ പോലീസ് പോയി പിടിച്ചാലും ഇന്ത്യയുടെ നിയമം അനുസരിച്ചിട്ട് ഒരു അഡൾട്ടായ ഒരാൾക്ക് മറ്റൊരാൾക്കും ഒപ്പം ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. പിന്നെ അഡൾട്ടറി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുണ്ട്, അതില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ അവൾക്ക് വേണ്ടാന്ന് പറയാം. കാരണം ഈ മതവിശ്വാസത്തിൽ പെണ്ണിന് ഈസി ആയിട്ട് അയാളെ വേണ്ടാന്ന് വയ്ക്കാൻ പറ്റും. വേണ്ട എന്ന് അവൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തലാക്ക് എന്ന് ഇയാൾ പറയുന്നതിനേക്കാൾ വാല്യൂ അവൾ പറയുന്നതിനകത്തുണ്ട്. അപ്പോൾ സ്വതന്ത്രയായി അവൾ നിൽക്കുകയാണ്. കുട്ടിയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു ഫൈറ്റ് നടത്തുന്നത് അവളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സ്വയം തോറ്റുപോകുമെന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലായത്. ഇനി ഇങ്ങനെ പോകുന്ന പെണ്ണുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ചേലും ചന്തവും ഇപ്പോഴുള്ള ആ ചുറുചുറുപ്പും ഇപ്പോഴുള്ള ആ കമ്മ്യൂണിക്കേഷനിലുള്ള സ്വീറ്റ്നെസ്സും കണ്ടിട്ട് അവന് ഒരു അട്രാക്ഷൻ മാത്രമാണ് നിങ്ങളോട് തോന്നിയിട്ടുള്ളത്. ബേസിക്കലി അവൻ്റെ ആദ്യ ഭാര്യയിലുള്ള കുട്ടികളോടും അവളോടുമായിരിക്കും അവന് ഏറ്റവും സ്നേഹമുണ്ടാവുക. അവന് സ്നേഹമില്ലെങ്കിൽ അങ്ങനെ 3 കുഞ്ഞുങ്ങൾ വരത്തില്ലല്ലോ. അതൊരു കാര്യം. പിന്നെ അവളുടെ പരാതിയും അവളുടെ കുറവുകളും പറഞ്ഞിട്ടായിരിക്കുമല്ലോ നിൻ്റെ അടുത്തേക്കും വന്നിട്ടുണ്ടാവുക. ഈ കുറവുകൾ നിനക്കും ഉണ്ടാകും. എല്ലാം തികഞ്ഞ മനുഷ്യരായിട്ട് ആരും ഉണ്ടാവത്തില്ല. ഫ്യൂച്ചറിൽ നിനക്ക് ഇതിനേക്കാൾ വലിയ കുറവുകൾ വരും. അപ്പോൾ അവൻ അടുത്ത ആളെ തേടി പോകും, അല്ലെങ്കിൽ അവൻ തിരിച്ചു നടക്കും. അന്ന് ഇവനെ സ്വീകരിക്കാൻ അവൾ അവിടെ തയ്യാറായിരിക്കും. പെണ്ണിന് അങ്ങനെ ഒരു തിരിച്ചുവരവില്ല, ഒരിക്കലും അംഗീകരിക്കത്തില്ല. നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥ അതാണ്. അത് പെണ്ണുങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഭർത്താവ് കെയർ ചെയ്യുന്നില്ല, ഭർത്താവ് നോക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ വാല്യൂ എന്തെന്ന് ഭർത്താവിന് മനസ്സിലാക്കി കൊടുക്കാൻ രണ്ടാമതൊരുത്തൻ്റെ കൂടെ ഓടുകയല്ല വേണ്ടത്. നിങ്ങൾ നിലനിൽക്കുക. ഇപ്പം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടുക എന്നുള്ളതാണ് ഒരു പെണ്ണ് ആത്യന്തികമായി അവൾ ചെയ്യേണ്ടത്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ്. മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന പരിപാടി അങ്ങ് നിർത്തുക. അത് മൊത്തം എല്ലാ പെണ്ണുങ്ങളും ചിന്തിക്കേണ്ടതാണ്. ജയം രവിയുടെ കേസ് വന്നിട്ടുണ്ട്. 4 ലക്ഷം രൂപ എന്തോ കോടതി വിധിച്ചു. അവനെ വേണ്ട, പക്ഷെ അവൻ്റെ പണം വേണം. ആ ടേമേ ഇല്ലാതാകണം. ഭാര്യയും ഭർത്താവും 2 വ്യക്തികളാണെന്നും സമത്വം വേണമെന്നും ഒക്കെ വാദിക്കുന്നവർ, 2 പേർക്കും തുല്യത പരിഗണന കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, പെണ്ണിന് മാത്രമേ ഈ കൺസിഡറേഷൻ കൊടുക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പാണ്. കുട്ടികളുടെ കാര്യത്തിൽ എന്തെങ്കിലും ആണെങ്കിൽ ഓക്കെ, കുട്ടികളുടെ ഫീസ് ഈക്വലി ഷെയർ ചെയ്യണം. അവൾക്ക് തൊഴിലില്ലെങ്കിൽ അവൾ തൊഴിൽ കണ്ടെത്തണം. അല്ലാതെ അവൻ്റെ വരുമാനത്തിന് വേണ്ടി കടിപിടി കൂട്ടുന്നതിനോട് വിയോജിപ്പാണ്. തുല്യമായി പരിഗണിക്കപ്പെടണം. അവൻ 50,000 കൊടുക്കാന്ന് പറഞ്ഞാൽ അവളും 50,000 ഇടണം. കുട്ടികൾ സെപ്പറേറ്റായി സ്വസ്ഥമായി ജീവിക്കണം. പോയി വിസിറ്റ് ചെയ്യാനേ പറ്റാവുള്ളൂ. നമ്മൾ ഈ വിവാഹമോചനം എന്ന് വരുമ്പം കുട്ടികൾക്ക് വേണ്ടി ചണ്ട പിടിക്കുന്നതിന് ഗവൺമെൻറ് ഇടപെടുകയാണ് വേണ്ടത്. 2 പേർക്കും കൊടുക്കരുത് കൊച്ചുങ്ങളെ. നിങ്ങൾ പിരിഞ്ഞാൽ കുട്ടികൾ ഗവൺമെൻറ്റിൻ്റെ ആകും എന്നുള്ളൊരു നിയമം വന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇവറ്റകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വടംവലി അങ്ങ് തീരും. 2 പേരും ഈക്വൽ ഷെയർ കുട്ടികൾക്ക് കൊടുക്കണം. കുഞ്ഞുങ്ങൾ അങ്ങനെ ഒരു അനാഥത്വത്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് എന്നൊരു തോന്നൽ വന്നാൽ ഒരു പരിധി വരെ ഇതിനൊക്കെ ആശ്വാസം ഉണ്ടാകും. ഇതൊക്കെ നമ്മൾ ഒരുപാട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചിട്ട് പറയുന്ന കാര്യമാണ്. അതൊന്നും പ്രാക്ടിക്കൽ അല്ല. പക്ഷേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെടിവാരി എറിയുമ്പോൾ കിട്ടുന്ന ഒരൊറ്റ കാര്യം, ഇതുപോലെ കുറേ പേർക്ക് ഒരു കോണ്ടന്റ്, അതിൻ്റെ ഒപ്പം തന്നെ കുറേ പേർക്ക് ചിരിക്കാനൊരു വക, ആ കുട്ടിക്ക് ജീവിതകാലം ഉടനീളം വേദനയ്ക്കുള്ളൊരു അതൊരു പെൺകുഞ്ഞാകാത്തത് ഭാഗ്യമായിരിക്കുന്നു. അല്ല വെച്ചാൽ ആ പെൺകുട്ടി അമ്മ വേലി ചാടിയാൽ മോള് മതിലി ചാടും എന്നൊക്കെയുള്ള ടേമത് ഒരുപാട് കേൾക്കേണ്ടി വരും. അതൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു ഡിപ്രഷൻ ഭയങ്കര ഭീകരമാണ്. അത് ഭാവിയിലേ മനസ്സിലാവുകയുള്ളൂ. എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് പ്രവാസികളുടെ ഭാര്യമാരെല്ലാം ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ നരേഷൻസ് വരുന്നുണ്ട്. ദയവ് ചെയ്ത് മനസ്സിലാക്കുക, പ്രവാസത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് അത്രയും തിരക്കുകളായിരിക്കും അവിടെ.
അയാളുടെ ജീവിതത്തിന്റെ നല്ലൊരു ശതമാനം, അയാളുടെ നല്ല സുഖങ്ങൾ, സൗകര്യങ്ങൾ, ഇപ്പോൾ വിവാഹം, കല്യാണം, പിന്നെ ചടങ്ങുകൾ, സിനിമ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അവർ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിൽ. അതൊരു പ്രവാസിക്ക് മാത്രം മനസ്സിലാകുന്ന കാര്യമാണ്. ഞാനൊരു പ്രവാസി ആയതുകൊണ്ട് പറയുന്നതാണ്. ഞാനൊരു 6 months ഒൺസ് എൻ്റെ നാട്ടിൽ വന്ന് ഇവിടുത്തെ ശ്വാസം കഴിച്ചില്ലെങ്കിൽ എന്നെ കൊണ്ടൊക്കൂലായിരുന്നു. അത്ര ബുദ്ധിമുട്ടാണ് പ്രവാസം, അത്രയും ഭയങ്കരമാണ്. നമ്മൾ വിചാരിക്കുന്ന അത്ര ഈസി ഗോയൊന്നുമല്ല. ഇപ്പോൾ കുറച്ച് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് കൂടിയവരൊക്കെ ആണെങ്കിൽ ഒരു വീടൊക്കെ എടുത്ത് താമസിക്കുമായിരിക്കാം. അല്ലാത്തവർ ഒരു മുറിക്കകത്ത് 10ഉം 16ഉം പേരും ഒക്കെ ആയിട്ട് കിടക്കുന്നവരാണ്. അവർക്ക് എപ്പോഴും ഇപ്പോഴും എൻ്റർടൈൻ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യവുമുണ്ട്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കേണ്ടത് ഭാര്യയാണ്, നാട്ടിലുള്ളവളാണ്. നമുക്ക് വേണ്ടിയിട്ട്, നമ്മളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടാണ് അയാൾ അവിടെ പോയിട്ടുള്ളത്. നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നതിനേക്കാൾ ഉപരി അയാളും ചെയ്യുന്നുണ്ട്. അയാൾക്ക് എത്ര സന്തോഷമായിരിക്കും കുഞ്ഞിനെ ചേർത്ത് പിടിച്ച്, ഭാര്യയെ ചേർത്ത് പിടിച്ച് അങ്ങനെ വീടോട് നിൽക്കാനും കിടക്കാനും ഒക്കെ എത്ര സന്തോഷമായിരിക്കും അദ്ദേഹത്തിന്. ആ ഒരു നഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, അയാൾക്ക് നഷ്ടപ്പെടും, നമ്മളെ കുഞ്ഞിൻ്റെ വളർച്ചകൾ കാണാനുള്ള കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ഭയങ്കരമാണത്. ഇപ്പം ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു കാര്യം, ഓരോ വളർച്ചയുടെ ഘട്ടത്തിലും നമുക്ക് നമ്മുടെ കുഞ്ഞിനെ കാണാൻ കഴിയും എന്നുള്ളതാണ്. അതൊരു ബ്ലെസ്സിങ് ആണ്. ആ ബ്ലെസ്സിങ് നിഷേധിക്കപ്പെട്ട ഒരു വിഭാഗമാണ് പ്രവാസികളെന്ന് പറയുന്നത്. നമ്മൾ മക്കൾ ഉണ്ടാക്കുന്നു, അതിനുശേഷം പോകുന്നു, വല്ലപ്പോഴും വരുന്നു, കുട്ടികൾ അപ്പോൾ ഒരു പരുവത്തിൽ കാണുന്നു. അത് ഭയങ്കര ഹൊറിബിൾ സ്റ്റഫാണ്. അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എനിക്കാകത്തില്ല. അപ്പോൾ പരസ്പരം നല്ല രീതിയിൽ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാകണം. അറ്റാച്ച്മെൻ്റ് എന്ന് മാത്രവുമല്ല, പരസ്പരം നന്നായി മനസ്സിലാകണം. നിങ്ങൾ എന്തിനവിടെ പോകുന്നു, ഞാൻ എന്തിനിവിടെ നിൽക്കുന്നു എന്നുള്ളത് രണ്ടുപേരും പരസ്പരം ശരിക്കും മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഒരു അല്പനേരത്തെ സൗഖ്യത്തിന്, മറ്റൊരാളുടെ പുകഴ്ത്തലിൽ നമ്മൾ നമ്മുടെ കൈവിട്ടു പോകുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് വിശ്വാസമാണ്. എന്തിൻ്റെ വിശ്വാസം എന്നറിയാം? പരസ്പരമുള്ള വിശ്വാസം എന്നതിലുപരി നിങ്ങളൊരു വ്യക്തിയാണെന്നുള്ള ആ വിശ്വാസം പോലും നഷ്ടപ്പെട്ടു പോകും. മൃഗതുല്യമായ ഡിസിഷനായിരുന്നു ഈ പെണ്ണ് എടുത്തതെന്നുള്ളത് വാസ്തവമാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. അയാളോട് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ദ്രോഹമാണ് ആ പെണ്ണ് ചെയ്തിട്ടുള്ളത്. അയാളുടെ വേദനയുടെ ആധിക്യത്തിലായിരിക്കും ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ഒക്കെ നടത്തുന്നത്. പക്ഷേ അതുകൊണ്ട് ഒരു ലാഭവുമില്ല. സ്വയം കുറെ കൂടെ നാറാം എന്നതിനപ്പുറം ഒരു ലാഭവുമില്ല. അവൾ നിങ്ങളെ അർഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അവൾ നിങ്ങളെ നെഗ്ലക്ട് ചെയ്തു പോയത്. അതേപോലെ തന്നെ ആ 3 കുട്ടികളുടെ അമ്മ, അവൻ തിരിച്ചു വരുമ്പോൾ 2 കൈ നീട്ടി സ്വീകരിക്കാൻ നിൽക്കാതെ അവൻ്റെ ചെറിയ പിഴവുകൾ, മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിന് കൃത്യമായി നടപടി എടുത്തിരുന്നെങ്കിൽ അവൾക്ക് ഇന്ന് ഈ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വരത്തില്ലായിരുന്നു. 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് അന്തം വിട്ട് നിൽക്കുകയായിരിക്കും. എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ നിയമപരമായി നേരിടുക. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെലവ് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാനുള്ള നടപടി ഉണ്ടാക്കുക. അങ്ങനെ നിങ്ങളെ തോൽപ്പിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ഒറ്റപ്പെടുത്തി പോയിട്ടുണ്ടെങ്കിൽ അവനെ കൊണ്ട് അതിന് മറുപടി പറയിക്കാൻ തയ്യാറാവുക. മഹല്ല് എന്ന് പറഞ്ഞ് ഒതുങ്ങാതെ കോടതിയിലേക്ക് നീങ്ങുക തന്നെ വേണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ സർക്കാർ തലങ്ങളിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടാകും. അവരെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈ കേസ് നടത്തുക തന്നെ വേണം. സ്വസ്ഥത കൊടുക്കരുത് എന്നുള്ളതാണ്. ഇതിനകത്ത് എന്താണെന്നറിയാമോ? അയാൾ പറ്റിച്ചത് എത്ര പേരെയാണെന്നാണ്. നമ്മളിപ്പോൾ ആ പെൺകുട്ടിയെ മാത്രം കൺസേൺ ചെയ്ത് പറയുന്നു. ഇതിൽ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് വൃത്തികെട്ടവനാണ്. അവനെയാണ് ശരിക്ക് പറഞ്ഞാൽ കായികപരമായി നേരിടേണ്ട ഒരു വ്യക്തി. 2 കുടുംബങ്ങളാണ് അവൻ നശിപ്പിച്ചത്. എത്ര പേരുടെ ജീവിതം വെച്ചവൻ കളിച്ചിരിക്കുന്നു. ഇത് താങ്ങാൻ കഴിയാതെ മാനസിക വിഷമമുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മളൊരു ബസ് ഡ്രൈവറെ കണ്ടതാണ്. ഇത്തരത്തിലുള്ള വൾഗാരിറ്റിക്ക് സഹിക്കാൻ പറ്റാതെ അയാളുടെ കുഞ്ഞിനെ പിടിച്ചു പറിച്ചുകൊണ്ട് പോയപ്പോൾ അയാൾ ചെയ്തൊരു ചെയ്ത്ത്. അപ്പോൾ അതുപോലെ ഒരെണ്ണം സംഭവിക്കാൻ എല്ലാ ചാൻസും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അയാൾക്ക് മാനസികമായിട്ടൊരു കപ്പാസിറ്റി ആ നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് കൊടുത്തുകൊണ്ട് അയാളെ നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയും. 3 കുട്ടികളെയും കൊണ്ട് അന്തം വിട്ട് നിൽക്കുന്ന സ്ത്രീയും ഇങ്ങനൊരു തീരുമാനം എടുക്കില്ല എന്ന് ആര് കണ്ടു? അപ്പോൾ വളരെ ക്രൂവലായിട്ടുള്ളൊരു ഡിസിഷൻ അയാളാണ് ചെയ്തിട്ടുള്ളത്. അയാളാണ് അതിൻ്റെ യഥാർത്ഥ കുറ്റവാളി എന്ന് ഞാൻ പറയും. ഈ മൊബൈൽ ഷോപ്പുകാരന്മാരുമായിട്ടൊക്കെ പ്രണയം വരിക, ഓട്ടോറിക്ഷക്കാരന്മാരുമായിട്ടൊക്കെ പ്രണയം വരിക എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനവനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ഞാനെന്ന വ്യക്തിക്ക് കൊടുക്കുന്ന മൂല്യം അവിടെ തകരുകയാണ്. അവരുടെ ജോബല്ല ഞാൻ പറയുന്നത്. അതൊക്കെ ഒരു സപ്പോർട്ടേഴ്സാണ്. നമുക്ക് അങ്ങനെയുള്ളവരാണല്ലോ ഈ പ്രവാസികളുമായിട്ട് അധികം അടുത്ത് നിൽക്കുന്നത്. പുറത്തേക്ക് കൊണ്ടുപോകുന്ന, അത് സാധനങ്ങൾ വാങ്ങിത്തരുന്ന ഒരാൾ, അതൊരു സപ്പോർട്ടർ മാത്രമാണ്. ദ റിയൽ മാൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ് ഓരോ പ്രവാസി പെണ്ണുങ്ങൾക്കും ഉണ്ടാകട്ടെ, പ്രവാസികളുടെ പെണ്ണുങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം പറയുന്നത്. ഈ വിഷയത്തിൽ വളരെ വലിയൊരു സബ്ജക്റ്റാണ്. പക്ഷേ ഞാനിത് ഇത്രയും പറഞ്ഞു ഒതുക്കുന്നതെന്ന് പറഞ്ഞാൽ കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി. പ്രവാസികളുടെ ഭാര്യമാരെ ടാർഗറ്റ് ചെയ്യുന്നത് നിർത്തി വയ്ക്കൂ. ഭയങ്കര ബോറിങ്ങാണ്. അത് അങ്ങനെ പറയാതിരിക്കും. അങ്ങനെ സാക്രിഫൈസ് ചെയ്ത് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. എൻ്റെ അറിവിലുള്ള ഒരു ഇൻസിഡൻറ്റും കൂടെ എന്നോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു സ്ത്രീ 20 വർഷമായിട്ട് അയാൾ ഗൾഫിലായിരുന്നു. ഫിനാൻഷ്യലി നല്ല സൗണ്ടാണ് അവർ, അത്യാവശ്യം നല്ല സമ്പാദ്യമുണ്ട്. അയാൾക്ക് ഇവിടെ ബിസിനസ് ആയതുകൊണ്ട് തന്നെ അയാൾക്ക് ഇവിടെ വന്ന് നിൽക്കാനൊക്കത്തില്ല. ഇവർക്ക് ഈ വീടും അമ്മയും ഒന്നും വിട്ടിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇവർക്കും പോകാനൊക്കത്തില്ല.
ഒരു വർഷത്തിലൊരിക്കൽ ഒരു മാസത്തേക്ക് ലീവിന് വരുന്നു. 20 വർഷം അവർ എത്ര ദിവസം ജീവിച്ചിട്ടുണ്ടാകും? 20ാമത്തെ വർഷം അയാൾ പ്രവാസം നിർത്തി നാട്ടിലേക്ക് വരുന്നതിൻ്റെ തലേന്ന് ഹാർട്ട് അറ്റാക്കിൽ മരിക്കുകയാണ് ചെയ്യുന്നത്. അയാളുടെ ബോഡിയാണ് നാട്ടിലേക്ക് വന്നത്. ആ സ്ത്രീയുടെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയാണ്. ഒരു ജീവിതം, ഒരു ജന്മം മുഴുക്ക അവർക്ക് നഷ്ടപ്പെട്ടില്ലേ? ആ മനുഷ്യൻ്റെ ബോഡിയാണ് ലാസ്റ്റ് മിനിറ്റിൽ അവർക്ക് കിട്ടിയിട്ടുള്ളത്. മിക്ക പ്രവാസികളും അങ്ങനെയാണ്, മരിക്കാനാണ് നാട്ടിലേക്ക് വരുന്നത്. അത് മനസ്സിലാക്കുക. അവിടെ നിങ്ങൾ വിചാരിക്കുന്ന നമുക്കൊരു ഹാഷ് ബുഷ് ലൈഫും ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ല. അങ്ങനെയുള്ള മനുഷ്യരെ നിങ്ങളായിട്ട് മാനസികമായിട്ട് പീഡിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഓരോ പ്രവാസി പെണ്ണുങ്ങളും ചെയ്യേണ്ടത്. ഒരു അല്പം കെയർ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു ചാടി ഓടാതിരിക്കുക. സംസാരിച്ചു നോക്കുക. കമ്മ്യൂണിക്കേഷൻ എല്ലാം മാറ്റി മറിക്കും. എഴുത്തുകൾ, പണ്ടത്തെ ഏറ്റവും തീവ്രമായ ആത്മബന്ധങ്ങൾ ഊട്ടി ഉറപ്പിച്ചിരുന്നത് എഴുത്തുകളാണ്. പരസ്പരം എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ഒരു ഡയറിയിൽ എഴുതി അയാൾ വരുമ്പോൾ അയാൾക്ക് അത് കൊടുത്തു വിടുക. അതും നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ്. ഡെയിലി നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾ എഴുതി വയ്ക്കുക. അയാളോട് പറയുന്നത് പോലെ എഴുതി വയ്ക്കുക. ആ എഴുത്തുകൾ അയാൾ ലീവ് കഴിഞ്ഞ് പോകുമ്പോൾ അതങ്ങ് കൊടുത്തു വിടുക. അത് നല്ലൊരു സംഗതിയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, രണ്ട് സൈഡിലും. സോ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.